സംവിധായകൻ കമൽ എസ് ജാനകി ഓർമ്മിക്കാൻ. ശ്രീ കമൽ, എസ് ജാനകി മലയാളി ചേർത്ത് വെച്ച പേരാണ്. ജാനകി അമ്മ ഇനിയില്ല നമുക്കൊപ്പം. ഈ ഘട്ടത്തിൽ ജാനകിയമ്മയുടെ പാട്ടുകൾ ഓരോന്നോരോന്നായി നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്, പക്ഷേ ഓരോന്നോരോന്നായി നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരികയാണല്ലോ. എങ്ങനെയാണ് ജാനകിയമ്മയെ ഓർക്കുന്നത്? അയ്യോ, ജാനകിയമ്മയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികളെ സംബന്ധിച്ചോളം അവരുടെ ഒരുപാട് ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ മലയാളികൾക്ക്. എത്ര തലമുറകളുടെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അവരുടെ ദാസേട്ടന്റെ ശബ്ദവും ജാനകിയമ്മയുടെ ശബ്ദം നമ്മളെ സംബന്ധിച്ചോളം സിനിമയിലേക്ക് ഞങ്ങളെയൊക്കെ കൊണ്ടുവന്നതിന്റെ പുറകിൽ ഈ ശബ്ദങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ബാബുരാജിന്റെ ഒക്കെ പാട്ടുകൾ നമുക്കിപ്പോ ഓർക്കുമ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട്. അതിനെ കുറിച്ചൊന്നും പറയാൻ നമുക്ക് വാക്കുകളില്ല എന്നുള്ളതാണ്. അത്രയധികം മലയാളിയെ അവരുടെ ശബ്ദമാധുര്യം കൊണ്ട് നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചിട്ടുള്ളതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ എന്റെ 2 സിനിമയിൽ അവർ പാടിയിട്ടുണ്ട്, 2 പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒന്ന് ഉണ്ണികൃഷ്ണന്റെ ആയിട്ട് ക്രിസ്മസ് എന്ന പടത്തിലാണ്. അത് ആ പടത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല എനിക്ക്. പിന്നീട് മഴയത്തുമ്പയിലൊരു പാട്ട് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകി, അത് വളരെ ഹിറ്റായ പാട്ടാണ്. ചിച്ച ചിച്ച എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, എന്നിട്ടും നീ വന്നില്ലല്ലോ എന്ന്. അത് എന്നെ സംബന്ധിച്ചോളം ജാനകിയമ്മ പാടിയത് വോയിസ് റൂമിൽ നിന്ന് അവർ പാടുന്നത് കേൾക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല പരിചയം അടുപ്പമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജാനകിയമ്മയുടെ ഹസ്ബൻഡായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു. മദ്രാസിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ സ്ഥിരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ മദ്രാസിൽ ജീവിക്കുന്ന കാലത്ത് ജാനകിയമ്മ നേരിട്ട് പലതവണ കാണാനും അവരോടൊക്കെ സംസാരിക്കാനും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വരെ നമ്മളോടൊക്കെ സംസാരിക്കുന്നത് വളരെ സ്വീറ്റായിട്ടുള്ള വോയിസിൽ സംസാരിക്കുന്ന ഞങ്ങളൊക്കെ അത്രമാത്രം ബഹുമാനിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സാത്വിക സാന്നിധ്യമായിട്ടാണ് നമുക്ക് പടങ്ങൾ കാണുന്നത് അല്ലേ? അതെ, ഒരു ഡിവൈൻ ഫീലാണ് നമുക്ക് അവരെ കാണുന്നുണ്ടാകുന്നത്. ഒരു പക്ഷേ ഇന്ത്യൻ നമ്മളെല്ലാവരും പറയുന്ന ലതാ മങ്കേഷ്കർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിവൈൻ ഫീല് നമ്മൾ അവരെ കാണുന്നുണ്ട്. അഫ്കോഴ്സ് ശിലാമയ്ക്കൊക്കെ അതുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ജാനകിയമ്മ നമ്മൾ കുറച്ചും കൂടിയും എന്താ പറയാ എല്ലാവരോടും ഇടപഴകി സംസാരിക്കുമായിരുന്നു. അതാണ്, എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകുന്നു, വിവാദങ്ങളിലില്ല. പക്ഷെ അപ്പോഴും ചില നിലപാടുകൾ കൃത്യമായി എടുത്തിട്ടുമുണ്ട് കേട്ടോ. 2013 രാജ്യം പത്മഭൂഷൺ പ്രഖ്യാപിച്ചെങ്കിലും ദക്ഷിണേന്ത്യൻ കലാകാരന്മാരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് അവർ നിരസിച്ചിട്ടുണ്ട്. അവർ നിരസിച്ചു, അതാണ് തന്നെ. അവർ കൃത്യമായിട്ട് അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നുള്ളതാണ്. കൃത്യമായിട്ട് അവരത് രേഖപ്പെടുത്തുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞമായിട്ട് സിനിമയുടെ യാതൊരു പൊളിറ്റിക്സിലും പോയി പെടാത്ത അവരവരുടേതായ സംഗീത ജീവിതം എന്നുള്ള രീതിയിൽ. പിന്നെ ഏറ്റവും വലിയൊരു നമുക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും പിന്നെയും പാടാമായിരുന്നു. പക്ഷെ എന്റെ സ്വരം എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ അവർ പാട്ട് പാടുന്നത് നിർത്തി എന്നുള്ളതാണ്. പാട്ട് നിർത്താന്ന് നമ്മൾ പറയില്ലേ, അതാണ് അവർ ചെയ്തത്. അത് കാരണം നമുക്ക് അത് എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ എൻ്റെ നാട് കൊടുങ്ങല്ലൂരാണ്. അപ്പൊ കൊടുങ്ങല്ലൂരില് അവർക്ക് നമ്മളൊരു ആദരം കൊടുത്തിരുന്നു, വലിയൊരു ആദരം. ഭാസ്കര മാഷ പേരിലുള്ള ഒരു പുരസ്കാരം ഇവിടെ ജാനകിയമ്മ കൊടുത്തു. വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു അന്ന്. ജാനകിയമ്മ പാട്ട് നിർത്തിയതിന് ശേഷമായിരുന്നു. അപ്പൊ പാടില്ല എന്ന് അവര് എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഞാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് അവര് അവസാനം തളിരിട്ടെങ്കിലാക്കുന്നുള്ള ബാബുരാജിന്റെ പാട്ട് 2 വരി പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാബുരാജിനെ ഓർത്തിട്ട് പാടാതിരിക്കാൻ പറ്റില്ല, ഭാസ്കര മാഷ ഓർത്തിട്ട് പാടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ 2 വരി പാടിയിട്ട് അവരെ കണ്ണൊക്കെ അറിഞ്ഞ് ശബ്ദം ഇടറിയിട്ട് അവർ നിർത്തി. അവർ പറഞ്ഞു ഞാൻ പൊതുവേദിയിൽ പാടില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഭാസ്കര മാഷിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പാടുകയാണെന്ന് പറഞ്ഞ് പാടിയ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ അന്ന് വേദിയിലുണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ജാനകിയമ്മയെ കുറിച്ച് ഓർക്കാനായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. എല്ലാ ചലച്ചിത്ര പ്രേമികൾക്കും സിനിമാ പാട്ടുകളും ഗാനം ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവരുടെയൊക്കെ മനസ്സിനെ ഒരു കാലഘട്ടത്തിൽ എന്താ പറയാ സാന്ത്വനം ആയിട്ട്. അതാണ്, ഓരോ പാട്ടും ഓരോ മനുഷ്യന്റെയും ജീവിതാനുഭവങ്ങളോട് ചേർത്ത് വെച്ചാണല്ലോ അവനവൻ അനുഭവിക്കുക. അതെ. അത് വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. നമുക്കറിയാം ഇളയരാജയ്ക്ക് എത്രയോ തമിഴ് പാട്ടുകൾ, അതിമനോഹരമായ പാട്ടുകൾ ജാനകിയമ്മയെ കൊണ്ട് പാടിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ എന്നും ഓർക്കുന്ന ഒരു ഗായിക തന്നെയായിരിക്കും ജാനകിയമ്മ. തീർച്ചയായും. വളരെ നന്ദി ശ്രീ കമൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മലയാളിയുടെ ഹൃദയം കീഴടക്കിയ ഗായികയാണ്. തെന്നിന്ത്യയുടെ വാനമ്പാടി തന്നെയാണ്. വാനമ്പാടി എന്ന പേര് ലതാ മങ്കേഷ്കർക്കാണെങ്കിലും തെന്നിന്ത്യയുടെ വാനമ്പാടി എസ് ജാനകിയായിരുന്നു എന്നുള്ളതാണ്. ജാനകി മലയാളിയല്ല എന്നുള്ളത് എത്ര മലയാളികൾക്ക് അറിയാമെന്നറിയില്ല. അത്രത്തോളം മലയാളം ചേർത്ത് വെച്ചാൽ, അല്ലെങ്കിൽ മലയാള ഭാഷയോട് ചേർന്ന് നിന്ന ഗായിക. മലയാളം മാത്രമല്ല, ഏത് ഭാഷയിൽ പാടുമ്പോഴും ആ ഭാഷ കൃത്യമായി, ഭാഷയിലെ പ്രയോഗങ്ങൾ കൃത്യമായി ഉപയോഗിച്ചിരുന്ന ഗായികയാണ്. മലയാളത്തിലെ ഒരു വാക്കുപോലും തെറ്റാതെ പാടിയിരുന്ന ഗായിക. ആ ഗായികയുടെ എത്രയെത്ര ഹിറ്റ് ഗാനങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നതെന്നുള്ളതാണ്.